ഹായ്, ഇത് നമ്മൾ ലൈറ്റ്സിൻ്റെ ഒരു വീഡിയോ മാത്രമാണ് ഇന്ന് ഇട്ടത്. അപ്പോൾ ഇതാ പുതിയാപ്പ ശ്രീ ഭഗവതി മണ്ഡല മഹോത്സവം സ്വാഗതം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടെത്താനുണ്ട്. നമ്മൾ ഇത് ഒരറ്റം മുതൽ ഒരറ്റം വരെയാണ് ഈ ലൈറ്റ്സ് ഉള്ളത്. അപ്പം നമ്മളിത് നടന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടന്ന് വരുന്നതാണ്. അപ്പോൾ ഇതാ ബാനുമ്മ എൻ്റെ കൂടെ ബാനുമ്മാണുള്ളത്. അപ്പം നമ്മൾ അധികം വണ്ടിയിൽ ഇങ്ങനെ പോയിട്ട് അത്രയും ദൂരമുണ്ട്. ഈ ലൈറ്റ്സൊക്കെ വണ്ടിയിലാണ് ഇങ്ങനെ പോകാറ്. പക്ഷേ ഇന്ന് ഞാനാണിത് നടന്ന് തന്നെ നമുക്കിത് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടന്ന് വരികയാണ്. ഇപ്പോൾ കൂടെ കുറേ ഫോട്ടോസും ഇങ്ങനെ വീഡിയോസെല്ലാം എടുത്തുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഒരു ഒഴിവ് ടൈം നോക്കിയിട്ട് നമ്മളിങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് വാഹനങ്ങളും അതും ഇതുമല്ലാണ്ട് നമ്മൾ പുതിയാപ്പ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെ കവാടത്തിലെത്തി. ഫ്രണ്ട് ഭാഗമാണിത്. ഗോപുരം നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ മേലും എല്ലാം നല്ല ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതാ പുതിയപ്പ ക്ഷേത്രം അത് കഴിഞ്ഞിട്ടും അടുത്ത ടേണിൽ വീണ്ടും ലൈറ്റ്സ് ഉണ്ട്. പല കളേഴ്സിലാണ് ഈ ലൈറ്റ്സ് ഉള്ളത്. എന്നുവെച്ചാൽ പല കളറിലും റെയിൻബോ കളർ മാതിരി പല വർണ്ണത്തിലാണിത് കാണുന്നത്. നമുക്കിത് കാണുമ്പോൾ ഒരു ആനച്ചന്തം തന്നെ നമുക്ക് തോന്നും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് കേട്ടറിയുന്നതിനേക്കാളും കൗതുകമാണ് നമുക്കിത് നേരിൽ കാണുമ്പോൾ. അപ്പോൾ ഇത് കണ്ടവർക്ക് അതിൻ്റെ ഇത് എന്താണെന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ വെച്ചാൽ ഇന്നിപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങുള്ള ദിവസമായതുകൊണ്ട് നമുക്ക് അത്രയും തിരക്കില്ല. പക്ഷേ ഇനി നാളെയും മറ്റന്നാളെ ആ ഒരു 3-4 ദിവസം നമുക്ക് ഈ റോഡിന്മേൽ കടക്കാൻ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. നമ്മളെ നാട്ടിലത്തെ ആൾക്കാരല്ല, പുറം നാട്ടിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാവരും ഇഷ്ടം പോലെ പറഞ്ഞറിഞ്ഞ് ഒരുപാട് ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇതിപ്പോൾ അടുത്തൊരു ടേണിലെത്തി. അവിടെ ഉള്ളൊരു ഇതാണ് ലൈറ്റ്സും കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ടും ഉണ്ട് ഇങ്ങനെ ലൈറ്റ്സും ഇതുമെല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.